ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സന്തോഷ വാർത്ത പറയാനാണ്. നാളെയാണ് ഞങ്ങളെ എന്താ പറയുക, കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു മീറ്റപ്പ് കിട്ടും. ഒന്നുമല്ല, ഞങ്ങളൊരു ചെറിയ കുഞ്ഞ് മീറ്റപ്പ്. അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ കാലമായി ഞങ്ങൾ കണ്ടിട്ട് ഒരു 6-7 വർഷമായിട്ടുണ്ടോ ഞങ്ങൾ ജസ്റ്റ്. എന്നാൽ എല്ലാവരും ഇല്ല, കുറച്ച് പേര് ഞങ്ങൾ കാണാൻ പോവുകയാണ്. ബത്തേരിയിൽ വെച്ചിട്ടാണ് എന്താ പറയുക മീറ്റപ്പ് വരുന്നത്. അപ്പം കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഫസ്റ്റത്തെ മീറ്റപ്പ് ആയതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും മക്കളുണ്ട്, അപ്പം മക്കളെയും കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. മക്കളെല്ലാവരും കാണാമല്ലോ. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത്. ഞാൻ 8, 9, 10 ഈ 3 വർഷം അവിടെ ഒരുമിച്ച്, അവരുടെ കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിലുണ്ട്, ഒരു പാത്രത്തിൽ ഒരു ബെഡിൽ കിടന്നുറങ്ങി, അങ്ങനെയൊക്കെയുള്ള ലൈഫായിരുന്നു. കുറേ വട്ടം അടി ഉണ്ടാക്കി. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നൊസ്റ്റടിക്കണ്. എന്തിനാലേ ഓരോരോ വലിയ കച്ചറകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പുറമെ നല്ലോണം സ്നേഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോരോ ഓർമ്മകളൊക്കെ ഇപ്പം പിന്നെയും അവിടെ അന്ന് കണ്ട് അന്നത്തെ ആ പടി ഇറങ്ങി വന്നതാണ്. അന്ന് അവിടെ കണ്ട് ഞങ്ങളൊക്കെ അന്ന് പടി ഇറങ്ങി പോയതിൻ്റെ ശേഷം ആരും ജസ്റ്റ് 1, 2, 3 ആൾക്കാർ അതിൻ്റെ ഇടയിൽ കണ്ട് എന്നല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പം ആ കാലിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക ചിരിയ വരുന്നു കേട്ടോ. കാരണം അങ്ങനെ ഞങ്ങൾ കച്ചറ ഉണ്ടാക്കി, അങ്ങനെ എന്താ പറയുക ഒരു നല്ലൊരു ലൈഫ് ആയിരുന്നു. നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യും. ഞങ്ങളെ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഹോസ്റ്റൽ ലൈഫ് എന്തില്ല, ഹോസ്റ്റൽ ലൈഫ് ഒരു രസമില്ല. പക്ഷേ അതിനുള്ളിൽ ആ ജീവിച്ച് മീൻസ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അത്രയൊന്നും തോന്നില്ല. പക്ഷേ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ എന്താ പറയുക അതിന് എത്രത്തോളം പ്രാധാന്യം ഞങ്ങൾ നൽകിയിരുന്നു. മീൻസ് കളിയും ചിരിയും എന്താ പറയുക അതിൻ്റെ ഉള്ളിലത്തെ ഓരോ കുസൃതികളും ഓരോ അടികളും മിസ്സിമാരെ ഓരോ അടികളും. സോ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക സങ്കടം തോന്നുന്ന ആ കാലം ഇനിയും പോകണ്ടില്ലേനും, ആ കാലത്ത് തന്നെ ആയാൽ മതിയായിരുന്നു എന്ന് തോന്നുക. നല്ല രസമുണ്ടായിരുന്നു ആ കാലങ്ങളൊക്കെ. ഹോസ്റ്റലിൽ നിന്നുള്ള ആ ഒരു വൈബ് ഇനിയൊന്നും തിരിച്ച് കിട്ടൂലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. ഇനിയിപ്പോൾ നാളെ എല്ലാവരും കാണാൻ പോവുകയാണല്ലോ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്യും, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ ഒക്കെ ഫ്ലോപ്പ് ആവുക. എപ്പോഴെങ്കിലും കാണണം എന്ന് പറയുമ്പോഴൊക്കെ ഒക്കെ അട്ടർ ഫ്ലോപ്പായി പോവുക. അപ്പം നാളെ എല്ലാവരും നല്ല ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിച്ച എല്ലാവരും ഇല്ല, വളരെ കുറച്ച് പേര്, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നാട്ടിലത്തോരാണ്. അപ്പം ഓരോന്നും ഇപ്പം അങ്ങനെ കിട്ടൂല. അപ്പം കുറച്ച് പേര് അങ്ങനെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും വേണ്ടിയില്ല, എങ്ങനെയും ഒന്ന് കാണാമെന്നുള്ളതിൽ അങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങാണ് നാളെ. ഞങ്ങൾ ഏറെ കാത്തിരുന്ന ആ ഡേ നാളെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നാളെയാണ്, അപ്പം പോകുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ, ബൈ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ കണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പം എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ബത്തേരിയുള്ള ചെമ്പരത്തി പാർക്ക് വെച്ച് പിടിക്കുകയാണ്. കുറച്ച് ലേറ്റായി. ഫ്രണ്ടിൻ്റെ മോനാട്ടത്. അവനോടൊരു ഹായ് പറയാണ്. ജാട ഇട്ടിട്ട് ഹായ് പറയുന്നില്ല. അപ്പം ഞാൻ എന്താക്കി, മുട്ടായി വാങ്ങിത്തരാൻ മോനെ ഹായ് പറയൂ എന്ന് പറഞ്ഞപ്പം അവൻ ഹായ് പറഞ്ഞു. എന്നോടാ കളിയിലെ ഞങ്ങളെ 2 മക്കളെയും അതും വിളിക്കുക. അപ്പം അതൊന്ന് വിളിച്ചാൽ ഞങ്ങൾ 2 മക്കളും വിളിയേക്കും. ഞങ്ങൾ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവാട്ടോ. ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞ് ചിരിക്കുന്നുണ്ടോ, അതാണ് ഞങ്ങളെ മെയിൻ പണി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടത്തരം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ക്യാമറ തുറന്നപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഒരു വീഡിയോ കിട്ടി. സാധാരണ ക്യാമറ തുറന്നാൽ ക്യാമറൻ്റെ മുന്നിലേക്ക് വരാത്ത ആളാണ്. എന്തോ ഭാഗ്യത്തിന് വീഡിയോ കിട്ടി. അപ്പം ഇങ്ങനെ എന്നോട് ഓരോന്ന് പറയാണ്. ക്യൂട്ടിനെസ് വാരി വിതറുണ്ട്. അവരിങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കൂലേ. നിങ്ങളെ വീട്ടിൽ ഇതുപോലെ യാത്രയെ സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോവാണ്. ഓരോ കഥകളും കാര്യങ്ങളും പറഞ്ഞിട്ട്. മറ്റോളാണ് അവിടെ പാട്ട് പാടുന്നുണ്ട്. ഓൾ നല്ല പാട്ട് പാടുണ്ടോ. അപ്പം ഓളോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് പാട്ട് പാടി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാട്ട് പാടിപ്പിക്കുന്നുണ്ട്. അപ്പം ഒക്കെ പറഞ്ഞ് നിങ്ങളെന്തിനാ കഷ്ടപ്പെട്ട് പാട്ടിനൂടെ പറഞ്ഞത്, ഇതിന് മൈക്ക് സെറ്റ് ഉണ്ടല്ലോ എന്ന്. എന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പാട്ടിനൂടെ പറഞ്ഞ് വേഗം എടുത്ത് തരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ മൈക്ക് സെറ്റ് എടുത്ത് നേരെ പാട്ടുകാർക്ക് കൊടുത്തു. ഇനി നമുക്ക് അവളുടെ ഒരു പാട്ട് കേട്ടാലോ. ഇപ്പൊ തരും കേട്ടോ.
എങ്ങനെയുണ്ട് അവളുടെ പാട്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യ്. ഇഷ്ടപ്പെട്ട പാട്ട് എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞിട്ട് അവളുടെ മോൻക്കും പാടണം എന്ന് പറഞ്ഞിട്ട് അവന് പാടുന്നുണ്ട് കേട്ടോ. അവളത് പറയലും ചെമ്പരത്തി പാർക്കത്തിലും ഒരുമിച്ചേനു. ഞാനിത് ഇവിടെ ഇങ്ങനെ നോക്കിയേനു, എവിടെ ഇതിൽ ചെമ്പരത്തി, കാരണം ചെമ്പരത്തി ഉണ്ടെങ്കിലേ ചെമ്പരത്തി പാർക്കാവുള്ളൂ. ചെമ്പരത്തി പൂവിൻ്റെ ബോർഡും ഇല്ല, എന്നാൽ ചെമ്പരത്തി പൂവും ഇല്ല. അപ്പം അതെന്ത് ചെമ്പരത്തി പാർക്ക്? നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഈ പാർക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യ്, എന്താ അതിൻ്റെ പേര് എന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങളിതിൽ പോയിട്ടുണ്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യട്ടോ. ഞാനിത് ആദ്യമായിട്ടാട്ടോ പോണത്. ഇതായിരുന്നു ചെമ്പരത്തി പാർക്ക് എന്നറിയില്ലായിരുന്നു, കാരണം കുറേ വട്ടം ഞാനിതിൽ കൂടെ പാസ് ചെയ്ത് പോയപ്പോഴും ഇതായിരുന്നു ആ പാർക്ക് എന്ന് എനിക്കറിയില്ലായിരുന്നു. കുട്ടികൾക്ക് 10 രൂപയും വലിയവർക്ക് 20 രൂപയാണ്. അപ്പം അങ്ങനെ ടിക്കറ്റ് എടുത്ത് എൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങൾ ഈ പ്ലേസ് തിരഞ്ഞെടുക്കാനുള്ള മെയിനായിട്ട് കാരണം കുട്ടികൾക്ക് അവിടെ ഇരുന്ന് കളിക്കും ചെയ്യുക, എന്നിട്ട് ഞങ്ങൾക്ക് സൊറ പറയും ചെയ്യുക. അതാണ് ഞങ്ങൾ മെയിനായിട്ട് ഈ പാർക്ക് തിരഞ്ഞെടുക്കാൻ കാരണം. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം മക്കളെ പണി തുടങ്ങി, ഞങ്ങളെ പണിയും തുടങ്ങി. പക്ഷേ മക്കളുടെ ഇടയിൽ ഒരു കണ്ണുമാണല്ലോ, എവിടെയെങ്കിലുമൊക്കെ മോന്തി അടിച്ച് വീണാൽ നല്ല രസമുണ്ടാവും. ഞങ്ങൾ പോയപ്പം ഓരോരുത്തരായിട്ട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഒരാൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരാൾ മതിയല്ലോ കഥയും പറഞ്ഞിരിക്കുക. ചിരിച്ച് ഒരു വഴി അയക്കണം. മക്കൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ എൻജോയ് അടിച്ച് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പാർക്ക് എന്തായാലും കാർട്ട് ലിസ്റ്റിൽ ഇട്ട് വെച്ചോളി. കാർട്ടിൽ ഇട്ട് വെച്ചാൽ മാത്രം പോരാട്ടോ, അവിടെ പോയി ഒന്ന് എൻജോയ് എടുക്കുമ്പോൾ കൂടി വേണം, എന്നാലേ അതിലൊരു വൈബ് ഉണ്ടാവുള്ളൂ. സോ അടിപൊളി സ്ഥലമാണ്. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോരുത്തരും ഓരോ പണികൾ തുടങ്ങി. മക്കൾക്ക് ഏതിൽ കയറണം എന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം എല്ലാത്തിലും മാക്സിമം കയറിയിരിക്കണം. ഞങ്ങളും ഒട്ടും കുറവൊന്നുമല്ല, ഞങ്ങളും മാക്സിമം എല്ലാത്തിലും കയറിയിരിക്കണം. കുട്ടികൾ മാത്രം കളിച്ചാൽ മതിയോ? തള്ളാർക്കും കളിക്കണ്ടേ? വാ അവൾക്ക് ഭയങ്കര പേടിയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി കേട്ടോ. ഫസ്റ്റ് കണ്ടേയില്ല. അവിടെ നോക്കൂ ഗൈസ്, രണ്ടാള് സീരിയസ് ആയി മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൂരണോ അതൊരു പേടിയാ. ഒരു ഇൻഡോളി ഇരിക്കട്ടെ. വാ ആദു, ഓളെന്താ വിളിക്ക? പാത്തി വാ. അതുനെ വിളിക്ക്. അതുമാത്രമല്ല ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര തണലുള്ള ഏരിയയും കൂടിയാണ്. അപ്പം തണലത്ത് നമുക്ക് ഇരിക്കും. ഇപ്പോഴത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമല്ലേ. അപ്പോൾ ഈ മക്കളെയും കൊണ്ട് വരുമ്പോൾ അവരുടെ സേഫ്റ്റിയും കൂടി നമ്മൾ നോക്കണ്ടല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്ലേസാണ് ഇത്. കാരണം നല്ല തണലുണ്ട്, പാർക്കുകളാണെങ്കിലും ഒക്കെ തണലത്തുമാണ്. അപ്പം മാക്സിമം അവരെയും ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ഞങ്ങളെയും ലക്ഷ്യം. കാരണം കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പം മക്കൾ വെറുതെ ചടച്ചിരിക്കണ്ടല്ലോ. അപ്പം അവർക്ക് ഇങ്ങനത്തെ പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കുമല്ലോ. അത് മാത്രമല്ല കേട്ടോ, മക്കൾ വേഗം കമ്പനിയായി. ആദ്യമായിട്ട് കാണുക എന്നുള്ള ആ ഒരു ഇതൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. അവർ വേഗം ലിങ്കായിട്ടോ. ഭയങ്കര കളിച്ചിരി. ഈ സംഭവത്തിൽ വലിയ കുട്ടികൾ കയറുന്ന കണ്ടിട്ട് ഇച്ചുമോളും കയറുകയാണ്. കയറി മേലെത്തിയപ്പോൾ ഭയങ്കര കരച്ചിൽ കേട്ടോ. അവൾക്ക് എങ്ങനെയാ അറിയണമില്ല, എന്നിട്ട് അവൾക്ക് കാലും എത്തണില്ല. ആ സിറ്റുവേഷനേനു. പിന്നെ ഇതിൽക്കൂടൊക്കെ കയറാനും ഞാനും പറയുന്നുണ്ട്. അങ്ങനെ കയറി ഞാൻ വിചാരിച്ചോള് കയറുന്നു. ലാസ്റ്റ് ഫെയിലായിപ്പോയി ഗൈസ്. സാരല്ല, അവൾ അത്രയും ട്രൈ ചെയ്തില്ലേ, അതന്നെ വലിയ കിട്ടല്. അങ്ങനെ അവള് പിന്നെയും താഴേക്ക് ഇറങ്ങി ബാക്കിയുള്ളതിൽ കളിച്ചു കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ മക്കളെ കളിപ്പിക്കാൻ, മെയിനായിട്ട് മീറ്റപ്പിന്റെ വിശേഷങ്ങൾ എവിടെയെന്ന്. ഇതാ വഴിയെ വരാം. ഞങ്ങൾ ബാക്കിയുള്ളവരെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കേനു. സോ ഞങ്ങൾ കഥ പറയാൻ തുടങ്ങുമ്പോൾ ഇവര് വേഗം എന്തെങ്കിലും പണി ഒപ്പിക്കും. അപ്പം വേഗം ഓടി വരുമ്പോൾ എടുക്കുന്ന വീഡിയോ കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല കുറച്ച് പേരാ വരുന്നുള്ളൂ. അതിലും കുറച്ച് പേരാട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരു 10 പേരായിരുന്നു വരാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങളൊരു 5-6 ആൾക്കാരെ എത്തിയിട്ടുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് ആണല്ലോ. അപ്പം അവർക്ക് വരാൻ കഴിഞ്ഞില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം അടിപൊളിയാക്കാൻ വെച്ചു. പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ട ക്യാമറ കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതും ഇരിക്കുന്നതും തുമ്മുന്നതും ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കും, വീഡിയോ എടുത്ത് നടക്കും. രസല്ലേ? പിന്നെ അവിടെ ഒരു ഊഞ്ഞാല് കണ്ടപ്പം ഞങ്ങളതിൽ കയറിയിരുന്ന ആടി കേട്ടോ. നല്ല സുഖമുണ്ടായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഊഞ്ഞാല് കയറുമ്പോൾ
വേറൊരു വൈബ്. പക്ഷേ എനിക്ക് കുറേ ഊഞ്ഞാലാടുമ്പോൾ തലറങ്ങും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ പ്രശ്നം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. പിന്നെ ചെസ്റ്റ് നമ്പർ 2 ഓൺ ദി സ്റ്റേജ്. അവളും കുറച്ചാടി കലാപരിപാടികൾ കഴിഞ്ഞപ്പോൾ മക്കൾ ഇവിടെ സൈഡിൽ ജിമ്മിൻ്റെ ഓരോ സെക്ഷനിലേനും അവർ അത് കളിക്കുക കേട്ടോ. അത് കണ്ടില്ല ഇച്ചു കുട്ടി ആടുന്നത്. അപ്പം അത് കണ്ടപ്പോൾ ഭയങ്കര ചിരി വന്നിട്ടോ. ഒക്കെ എന്താണ് സാധനം തന്നെ അറിയില്ല. സോ ജിമ്മിനെ പറ്റി എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ കുറേ മക്കൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവരെ മൂഡ് പോയാലേ പിന്നെ അവരെ കിട്ടൂലല്ലോ, അതുകൊണ്ട് വേഗം തന്നെ അവരെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഫോട്ടോ എടുക്കാനൊക്കെ എങ്ങനെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത്, ഓരോരുത്തരും ഓരോ അറ്റത്തേനും അങ്ങനെ എന്തൊക്കെയൊക്കെ കാട്ടി വലിച്ചയച്ച് കൊണ്ടുവന്ന് ലാസ്റ്റ് 2-3 ഫോട്ടോ കിട്ടി. കാരണം ഓരോരുത്തരും ഓരോ മൂലക്കാണേ. ഈ കളിത്തിരക്കിനിടയിൽ ഓർക്കെന്ത് ഫോട്ടോ അല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇർമൂസ് വ്ളോഗ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഷാനു പറഞ്ഞ മാതിരി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാരണം ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ സപ്പോർട്ടും കൂടി ചെയ്താളി. താഴെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. പിന്നെ ഒരു ലൈക്കും, അത്രേ ഉള്ളൂ. മക്കൾക്ക് കളിച്ച് വിശന്നപ്പം ഐസ്ക്രീം തിന്നാൻ പോതി. അപ്പോൾ ഐസ്ക്രീം എല്ലാവർക്കും വാങ്ങി കൊടുത്തു. കൂടെ ഞങ്ങളും തിന്നു. തള്ളാർക്ക് എന്താ ഐസ്ക്രീം തിന്നാൽ ടൈം ഒരു ഉച്ചയായി. കാരണം മക്കൾക്കൊക്കെ ഏകദേശം വിശക്കാനൊക്കെ തുടങ്ങി. അവർക്ക് വിശപ്പൊന്നും അറിയണില്ല, കളിക്കണ തിരക്കുണ്ട്. ഇനി 2 ആളും കൂടി വരാണ്ട്. അപ്പം അവരെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളെ നുണ പറച്ചിൽ തീരണ്ടേ, അതും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ഈ സംഭവം കാണുമ്പോൾ ആർക്കെങ്കിലും വീഗാലാൻഡ് ഓർമ്മ വരുന്നുണ്ടോ? ഇനി എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അവിടുത്തെ ആ കളർ തീമിൽ വരുന്ന ഇതായതുകൊണ്ടായിരിക്കാം അങ്ങനെ എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഞങ്ങൾ ഓരോരോ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അവർ വരുന്നവർ അങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനിടയിൽ അവർ ലാൻഡ് ചെയ്തു. അപ്പം ടിക്കറ്റ് എടുത്ത് കയറാൻ നിൽക്കുകയാണ്. അങ്ങനെ അവസാനത്തെ 2 കക്ഷികളും എത്തി ഗായ്സ്. അങ്ങനെ അവർ വന്നിട്ട് ഞങ്ങൾക്ക് കുറേ കഥകൾ പറയാണ്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതായതുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ കഥ പറച്ചിലും ഒക്കെ കൂടെ ആയിട്ട് നല്ല വൈബേനു. ചിരിച്ച് ഒരു വഴിക്കായി ഗൈസ്. സത്യം പറഞ്ഞാൽ വയറുവേദന എടുക്കാൻ തുടങ്ങി. ചിരിച്ച് അമ്മായി ചിരിച്ചിരിക്കണ്. എന്തല്ലോ പൊട്ടത്തരങ്ങളും മറ്റും പറഞ്ഞ് ചിരിക്കും. ഞങ്ങളെങ്ങനെ അറിയോ, ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഓരോരുത്തർ വരിവിരിക്ക് ചിരിക്കും. ആ ഒരു ഇതേലും കുറേ സന്തോഷങ്ങൾ പറയാണ്ട്, കുറേ സങ്കടങ്ങൾ പറയാണ്ട്, കുറേ എന്തൊക്കെയൊക്കെയോ പറയാണ്ട്, അങ്ങനെ കുറേ പറഞ്ഞ് തീർന്ന് ആ പറയുന്നതിനിടയിൽ വയറിൻ്റെ കാര്യം ഞങ്ങളങ്ങോട്ട് മറന്നു. വയറിന്ന് ഉൾവിളി തുടങ്ങിയിട്ട് കുറേ നേരമായി. അപ്പം ഞങ്ങൾ നേരെ അടുത്തുള്ള മന്തി ഷോപ്പിക്ക് നേരെ വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ ഒരു ഷോപ്പ് കയറി. അവിടെ AC ഒക്കെ ഉണ്ട്, പക്ഷേ AC ഒരു കാറ്റ് പോലും ഇല്ല. അവിടെ ചൂടെടുത്ത് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാർട്ടറായിട്ട് അലുവ വന്നു. അത് തിന്നതിൻ്റെ ഇടയിൽ ഞങ്ങളെ മന്തിയും വന്നു. അങ്ങനെ ഞങ്ങളിത് പോയി തിന്നട്ടെ ഗൈസ്. സോ അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടോയി. മന്തി അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു, സൂപ്പർ ആയിരുന്നു. കാരണം അതിൻ്റെ ഓരോ മസാലയും കാര്യങ്ങളൊക്കെ നല്ല, ഞാൻ വിചാരിച്ച അത്ര രസം ഉണ്ടാവില്ല എന്നേനും ഞാൻ വിചാരിച്ചത്. സോ അടിപൊളി ആയിരുന്നു കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് അകത്താകട്ടെ ഗൈസ്, എന്നിട്ട് കാണാം. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയത് ബത്തേരിയുള്ള ജെയിൻ ടെമ്പിളിലേക്കായിരുന്നു. അവിടെയും ഇത് പറഞ്ഞ മാതിരി ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല കാമാൻ കൂൾ സ്ഥലം. അവിടെ പോയപ്പോൾ വേറൊരു വൈബ് കിട്ടോ. തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ കുട്ടികളൊന്ന് ശ്രദ്ധിക്കണേ. കാരണം എവിടെ തിരിഞ്ഞാലും കല്ലാണ്. അപ്പം കല്ല് നെറ്റിയിലോ തലയിലോ എവിടെ അടിച്ചാലും നല്ല വേദനയാണ്. അതുപോലൊരു അബദ്ധം എനിക്ക് പറ്റിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. മോൻ്റെ കണ്ണിൻ്റെ സൈഡ് കാണുന്ന മക്കളൊക്കെ നിൽക്കണ ആ സൈഡിൽ തട്ടീനു. അപ്പോൾ കുറേ കരഞ്ഞീനു, പക്ഷേ കുഴപ്പമില്ല. അപ്പം നിങ്ങളൊക്കെ അങ്ങനെ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എവിടെ പോയാലും ഫോട്ടോസും വീഡിയോസും റീലൊക്കെ നമുക്ക് നിർബന്ധമാണല്ലോ. അപ്പം ഞങ്ങൾ ഓരോ റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. വീഡിയോസ് ആയാലും ഫോട്ടോ ആയാലും കുറേ കിട്ടി. കുറേ കാലത്തിന് ശേഷം കാണുകയല്ലേ, ഇനി എപ്പോഴാണ് കാണുകയെന്ന് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസ് എടുത്തു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ജെയിൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ കാണാൻ വിട്ടുപോയി. സോ ഇവിടം വരെ വന്നിട്ട് അത് കാണാതെ പോയ മോശമല്ല ഗൈസ്. സോ അതിൻ്റെ ഉള്ളും പോയി കണ്ടു. ഈ ടെമ്പിൾ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിനുള്ളിൽ കയറിയപ്പം കുറേ കൊത്തുപണി ചെയ്ത ഓരോ സംഭവങ്ങളൊക്കെ കണ്ടു. സോ ഞങ്ങളങ്ങനെ പിരിയാൻ പോവാണ്. കഥകളൊന്നും തീർന്നിട്ടില്ല. സമയം ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി നേരം വൈകി. അപ്പം പിരിഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവരും കൂടെ കൂടുക. എൻ്റെ ഈ ജേണിയിൽ നിങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളെ ഓരോരുത്തരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പം എല്ലാവരും ബായ് പറഞ്ഞ് പിരിഞ്ഞു കേട്ടോ. ഓക്കെ ബായ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.